ലോകത്തെ ഏറ്റവും വലിയ ബഹുമതിക്ക് പാത്രീഭൂതനായ പ്രവാചകൻ, ആ പ്രവാചകൻ പഠിപ്പിക്കാണ്, ഞാനൊരു സദസ്സിലേക്ക് കയറി വരുമ്പോൾ നിങ്ങളാരും എഴുന്നേറ്റ് നിൽക്കരുതേ. ആരെങ്കിലും കടന്നു വരുമ്പോൾ മറ്റുള്ളവർ എഴുന്നേറ്റ് നിൽക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ നരകത്തിൽ തന്റെ ഇരിപ്പിടം തയ്യാറാക്കിക്കൊള്ളട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ സദസ്സിൽ പ്രത്യേകം വോളണ്ടിയർമാർക്ക് നിർദ്ദേശം കൊടുത്തത്. പ്രാസംഗികരോ സ്റ്റേജിലേക്കുള്ളവരോ കടന്നു വരുമ്പോൾ എന്റെ അറിവിൽ ഞാൻ പലപ്പോഴും ഇത് പറയാറുണ്ട്, അള്ളാഹുവിന്റെ റസൂലില്ലാത്ത ബഹുമതി നമ്മളെപ്പോലുള്ള പുൽക്കൊടികൾക്ക് വേണോ? ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാനൊരു സദസ്സിലേക്ക് കടന്നു വരുമ്പോ നിങ്ങളാരും എഴുന്നേറ്റ് നിൽക്കരുതേ, നിങ്ങളൊക്കെ അവിടെ തന്നെ ഇരിക്കണം. ഒരു നേതാവ് അനുയായികളോട് പറയാണ്. വലിയ പാടുണ്ടതില്, ചില്ലറ പാടൊന്നുമല്ല, കുറച്ച് ഗവേഷണം ചെയ്യാനുള്ള വിഷയമുണ്ടതില്. ലോകം ബഹുമാനിച്ച നായകൻ, എത്ര വലിയ സ്നേഹമാണ് ആ പ്രവാചകന് അനുയായികൾ നൽകിയതെന്ന് അബൂ സുഫിയാൻ പറയട്ടെ. കൊടിയ ശത്രുവായിരുന്ന കാലത്ത് അബൂ സുഫിയാൻ പറഞ്ഞു, മുഹമ്മദിനെ പോലെ അനുയായികളാൽ സ്നേഹിക്കപ്പെടുന്ന ഒരു നേതാവിനെ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല എന്ന് അബൂ സുഫിയാൻ പേർഷ്യൻ കൊട്ടാരത്തിൽ പോയി വിളിച്ചു പറഞ്ഞു. ഞാൻ പല നേതാക്കന്മാരും കണ്ടിട്ടുണ്ട്, അനുയായികളെ ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന്.